ഹലോ ഡിയേഴ്സ്, ഈ വരുന്ന ഓണം എക്സാമിലേക്ക് +2 ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലോ? യെസ്. സോ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ നേച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അല്ലെ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ നേച്ചർ ഏതാണ് താഴെ കൊടുത്തുള്ളതെന്നാണ് ചോദ്യം. സോ റിജിഡ് ആണോ, ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ആണോ, കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണോ, അതോ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ആണോ എന്നാണ് ചോദ്യം. സോ ആൻസർ ഏതാണ്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വിച്ച് സ്റ്റേറ്റ് ദാറ്റ് a manager should replace I with we in all his conversations with workers to foster team spirit. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ടീം സ്പിരിറ്റ് ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജർ അദ്ദേഹത്തിന്റെ കോൺവെർസേഷനിൽ എപ്പോഴും വി എന്ന് പ്രൊനൗൺസ് ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് ഐ. ഏത് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എസ്പ്രിറ്റ് ഡി കോർപ്സ് ആണ്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിനോട്ട്സ് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്? ഒരു ടാസ്ക് ഏറ്റവും ബെസ്റ്റ് വേയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടതാണ്? ദാറ്റ് ഈസ് മെത്തേഡ് സ്റ്റഡി ആണ്. ഇനി അടുത്തത്, എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഈ ഒരു കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസ് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ് എഴുതേണ്ടത്? ഓർഡർ ആണ്. അല്ലെ, ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ. അല്ലെ, താഴെ കൊടുത്തിട്ടില്ല ഏതാണ് ഓഡ് വൺ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് മാനേജർ ആണ്. ബാക്കിയുള്ള സ്പീഡ് ബോസ് ആണെങ്കിലും ഗാങ് ബോസ് ആണെങ്കിലും ഇൻസ്പെക്ടർ ആണെങ്കിലും എല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിൽ വരുന്ന സ്പെഷ്യലിസ്റ്റ് ഫോർമാൻസ് ആണ്. ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന കോൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. സോ ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ വരുന്ന ഓണം എക്സാമിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.